തിരുവനന്തപുരം കാട്ടാക്കടയിൽ 76-കാരിയെയും മകനെയും മരം മുറിക്കാൻ എത്തിയ സംഘം മർദ്ദിച്ചതായി പരാതി. കാട്ടാക്കട സ്വദേശി പ്രസന്നകുമാരിക്കും മകൻ മണികണ്ഠനുമാണ് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ വീട്ടമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴാണ് മരത്തിന്റെ ചില്ല മുറിച്ച് വീടിന്റെ മേൽക്കൂരയിൽ ഇടുന്നത്. ഇത് ചോദ്യം ചെയ്ത വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതേസമയം ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തിയ പ്രസന്നകുമാരിയുടെ മകൻ മണികണ്ഠനെയും സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു. ജോലിക്ക് പോയിട്ട് വന്നപ്പം തടി മുറിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആൾക്കാർ. അപ്പോൾ അടുക്കളയിൽ കറി വയ്ക്കാൻ കയറിയപ്പോഴത്തേക്ക് ഒരു ചെറിയ കൊമ്പ് വന്ന് വീണു. ഞാൻ വലത് സൈഡിൽ കൂടി ഇറങ്ങി ചെന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിനെ ഇടിച്ചിടല്ലേ എന്ന് പറഞ്ഞു. ചെറിയ കമ്പ് നീ മരം മുറിച്ച് അങ്ങോട്ട് മാറ്റെന്ന് പറഞ്ഞു. അത് പറയണ കേട്ടുകൊണ്ട് ഒരു വലിയ കൊമ്പ് കൂടി മുറിച്ചു വിട്ടു. ഞാൻ ഇറങ്ങി ചെന്ന് ഉറച്ച് ചണ്ടയും പിടിച്ച് 2 വെള്ളം വിളിച്ചപ്പോഴത്തേക്ക് അവന്മാർ ചാടി കുതിച്ചിറങ്ങി വന്നു. തലമുടി ചുറ്റി പിടിച്ചും കൊണ്ട് കുറുക്കിനെ പിടിച്ചു. ജമ്പറും കയറി കുറുക്കിലൊരടിയും കിട്ടി. അതിൽ വേറെ ഒരുത്തൻ വന്നു വയറ്റിൽ ചവിട്ടി. ആ ചവിട്ടോടും കൂടി വീണു. ചവിട്ടിലൊരടിയും കിട്ടി. നാട്ടുകാർ ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിലായിരിക്കുമ്പോൾ മരം മുറിക്കാൻ എത്തിയവർ ഇവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തതായും ഇവർ ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.